ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയെക്കുറിച്ച് തന്നെയാണ്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. നമ്മുടെ മുടി ഒരു 3 ഘട്ടത്തിലൂടെയാണ് അതിൻ്റെ വളർച്ച നടക്കുന്നത് എന്ന് പറഞ്ഞു. അനാജൻ ഫേസ്, ടീലോജൻ ഫേസ്, കാറ്റാജൻ ഫേസ്. മെയിനായിട്ടും അനാജൻ ഫേസ് ആണ്. 85 to 90% ഓഫ് ഹെയർസ് അനാജൻ ഫേസിലാണ് നമ്മുടെ തലയിലുള്ളത്. അപ്പോൾ ഇതിന് ഒരു 10 ഇയേഴ്സ് വരെ 3 to 7 ഇയേഴ്സാണ് ഒരു ആവറേജ് കണക്ക് പറയുന്നത്, ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. പക്ഷേ ടീലോജൻ ഫേസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, 3 months ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രഗ്നൻസി കഴിയുമ്പോൾ ചില ആൾക്കാരിൽ ഒരു 2-3 മാസം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ തുടങ്ങും. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പലരുടെയും സംശയമാണ് എന്തുകൊണ്ടാണ് പ്രഗ്നൻസി കഴിയുമ്പോൾ നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ കാണുന്നത് എന്നുള്ളത് ഭയങ്കര സംശയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രഗ്നൻസി കഴിയുമ്പോൾ നമ്മുടെ ഡെലിവറി കഴിയുമ്പോൾ മുടി കൊഴിച്ചിൽ വളരെയധികം കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. മറ്റൊന്നുമല്ല, നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ ഹോർമോൺസ് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ നല്ല രീതിയിൽ കൂടുതലായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെലിവറി കഴിയുമ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ ഈ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണൊക്കെ പതിയെ ഇങ്ങനെ കുറയാൻ തുടങ്ങും. അത് കുറച്ച് ഇങ്ങനെ കുറഞ്ഞ് തുടങ്ങും. അപ്പോൾ നമ്മുടെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രഗ്നൻസി സമയത്ത് നമ്മൾ സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഒക്കെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ആയിട്ടിരിക്കുമായിരിക്കും. അതേപോലെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ നല്ല സ്റ്റിമുലേറ്റ് ആയിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഗ്ലോ ഫീൽ ചെയ്യും. അതേപോലെ നമ്മുടെ ഹെയറൊക്കെ നല്ല തിക്കായിട്ട് വളരുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒരു 2-3 മാസം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞൊരു 2-3 മാസം കഴിയുമ്പോൾ ഈ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും പതിയെ കുറയാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു സ്റ്റിമുലേഷനൊക്കെ കുറയും. അതാണ് നമുക്ക് 2-3 മാസം കഴിയുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് കൊഴിയാനുള്ള കാരണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുടിയുടെ അനാജൻ ഫേസിൽ നിന്നും പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി എന്താകും, ടീലോജൻ ഫേസിലോട്ട് കയറും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ടീലോജൻ എഫ്ലൂവിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാരണമാണ് നമുക്ക് പെട്ടെന്ന് മുടി കൊഴിച്ചിൽ വരാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് കാരണങ്ങൾ കൊണ്ടും ആ ഒരു സമയത്ത് മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് വരാറുണ്ട്. ഒരു 3 മാസം കഴിഞ്ഞ് ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ തൈറോയിഡ്, അതേപോലെ നമ്മുടെ ബ്ലഡിൻ്റെ HB കൗണ്ട്, പിന്നെ ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ ചില ആൾക്കാർക്ക് PCOD ഉണ്ടെങ്കിൽ അവർക്കും ഹെയർ ഫോൾസ് കൂടുതലായിട്ട് കാണും. അപ്പം ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും, നമ്മൾ കുട്ടിയെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് അത് മുടിക്ക് മാത്രമല്ല, നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോഡിക്കും എല്ലാം. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ടോക്സിക് സബ്സ്റ്റൻസുകൾ ഉണ്ടാകും. ഇതിനെല്ലാം റിമൂവ് ചെയ്യാൻ നമുക്ക് വെള്ളം ഒരുപാട് ആവശ്യമാണ്. അപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. നമുക്ക് 25 കിലോഗ്രാമിന് ഒരു 1 ലിറ്റർ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ ഒരു 50 കിലോ ഉള്ള ഒരാൾ 2 ലിറ്റർ എന്നുള്ള രീതിയിലൊക്കെയാണ് കുടിക്കേണ്ടത്. പക്ഷേ അത് നമ്മുടെ ജോലിക്കനുസരിച്ചും നമ്മുടെ വിയർക്കുന്നതിൻ്റെ അളവിനനുസരിച്ചും ഒക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കും, ഡയറ്റ് ചെയ്യാൻ ഉള്ള ശ്രമത്തിലായിരിക്കും. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ഡയറ്റൊന്നും കൺട്രോൾ ചെയ്യേണ്ട. കാരണം കുട്ടിക്ക് നമ്മൾ പാല് കൊടുക്കുന്ന ഒരു സമയമാണ്, നമ്മൾ കുട്ടിയെ ഫീഡ് ചെയ്യുന്ന ഒരു സമയമാണ്. നമുക്ക് കിട്ടുന്ന ന്യൂട്രീഷനും അതേപോലെ കുട്ടിക്കും ന്യൂട്രീഷൻ കിട്ടേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷനും കുട്ടിക്ക് ആവശ്യമുള്ള ന്യൂട്രീഷനും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഡയറ്റ് നോക്കാതിരിക്കുക. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഭക്ഷണത്തിൽ നെയ്യ് ലേഹം, അതേപോലെയുള്ള നമ്മൾ പൊരിച്ചതും കരിച്ചതും നല്ല എണ്ണ ഉള്ള ഭക്ഷണങ്ങൾ, പിന്നെ മധുരം, ഇതൊക്കെ നമുക്ക് കഴിയുന്നതും കുറക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ നട്ട്സോ ഡേറ്റ്സോ അതേപോലെ നല്ല ഇലക്കറികൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. നല്ല വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള, നല്ല മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള നല്ല രീതിയിൽ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക.
പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. നമ്മൾ സ്ട്രെസ്സ് കുറക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുട്ടി നല്ല നോർമൽ വെയ്റ്റും അതുപോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മൈൽ സ്റ്റോൺസ് ഒക്കെ കറക്റ്റ് സമയത്താണ് വരുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം സ്ട്രെസ്സ് നമ്മൾ മാക്സിമം കുറക്കാൻ നോക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഉറക്കം. നമ്മൾ ചെറിയ കുട്ടികളുള്ള സമയത്ത് നമുക്ക് ഉറക്കം വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ ചില സമയത്ത് രാത്രി നമ്മൾ ചിലപ്പം ഉറങ്ങാനേ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ കുട്ടി ഉറങ്ങുന്ന സമയത്ത് നമ്മളും ഉറങ്ങാൻ ശ്രമിക്കുക. മാക്സിമം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഉറക്കം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. കുട്ടി എപ്പോഴാണോ ഉറങ്ങുന്നത്, അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കുട്ടി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. നമ്മൾ കുട്ടി ഉറങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള പണികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, അത് ഒഴിവാക്കുക. നമ്മുടെ ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ കുട്ടി ഉറങ്ങുന്ന സമയത്ത് നമ്മളും ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ മുടി ചീകുമ്പോൾ നമ്മൾ നല്ല അടുത്തിരിക്കുന്ന പല്ലുള്ള ചീർപ്പ് ഒഴിവാക്കിയിട്ട് നല്ല അകലത്തിലുള്ള പല്ലുള്ള ചീർപ്പ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ നമ്മളെ തോർത്ത് വെച്ച് നമ്മൾ നല്ലോണം ഉരസി തോർത്തും അതേപോലെ മുടിയിലിട്ട് അടിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ താങ്ക് യു ഓൾ.